എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 38 ശ്ലോകം 5, 6, 7, 8, 9 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഞാന് അത്രയ്ക്കുള്ള പുണ്യൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട്. എനിക്ക് കാണാൻ സാധിക്കുമോ ഭഗവാന് അവിടെ പോയാൽ എന്ന് വിചാരിക്കണ്ട ആക്രൂരൻ. അത് കുറച്ച് കഴിയുമ്പോ പറ്റും. ഇപ്പൊ വിചാരിക്കണം എനിക്ക് പറ്റും, എന്തായാലും എനിക്ക് ഭഗവാന്റെ ദർശനം സാധിക്കും എന്നത് ഉറപ്പിച്ചു തന്നെ വിചാരിക്കുകയാണ്. പിന്നെതാ അത് അടുത്ത ശ്ലോകത്തില് കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. മൈവം മമാധമസ്യാവി സ്യാദേവാച്യുതദർശനം പ്രിയമാണകാലനദ്യ ക്വചിത്തരതി കശ്ചന. ഭഗവത് ദർശനം അസാധ്യാണ് എന്ന് കുറച്ചു നേരം ശങ്കിച്ചു. പിന്നെ സാധിക്കും എന്ന് തന്നെ ഇപ്പൊ അങ്ങ് നിശ്ചയിക്കുകയാണ്. ഞാന് പ്രത്യേകിച്ച് സുഹൃതങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് നികൃഷ്ടനാണ് ഞാൻ. എങ്കിലും ഇപ്പൊ കംസന്റെ കൂടെയല്ലേ കഴിയണത്, അത്രയ്ക്ക് നികൃഷ്ടനാണ് ഞാൻ. എങ്കിലും ഭഗവാന്റെ കാരുണ്യം എന്നെ കുറിച്ചുണ്ടായാൽ എനിക്കും ആ നാശരഹിതനായിരിക്കുന്ന ഭഗവാന്റെ ദർശനം സാധിക്കുന്നതിന് വിരോധമൊന്നുമില്ല. എനിക്ക് ചിലപ്പോ സാധിക്കുണ്ടാവും, എനിക്ക് സാധിക്കും. പിന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയണ്. നദീപ്രവാഹത്തിലെ ഒലിച്ചു പോകണ ഈ പ്രാണികളുടെ സംഘത്തിൽ ചിലപ്പോ നികൃഷ്ടരായ ചില പ്രാണികള്, എറുമ്പ് മുതലായിട്ടുള്ള നിസ്സാര പ്രാണികള് ഒക്കെ ഉണ്ടാവൂലോ. പക്ഷെ അനുകൂലമായ കാറ്റ് വന്നാൽ ആ കാറ്റിന്റെ സഹായം കൊണ്ട് കരയിൽ ചെന്ന് ചേർന്ന് രക്ഷപ്പെടാറുണ്ടല്ലോ. അതുപോലെ ജനന മരണ പ്രവാഹ രൂപമായ ഈ സംസാര സമുദ്രത്തിൽ മുങ്ങി പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രാണിവർഗത്തിൽ വെച്ച് അധമനായിരിക്കുന്ന എനിക്കും ഭഗവത് കാരുണ്യ നിമിത്തം ശ്രീകൃഷ്ണ സന്ദർശനം സിദ്ധിക്കാനും അത് നിമിത്തം ഈ സംസാര സമുദ്രത്തിൽ നിന്ന് മേൽപോട്ട് കയറാനും സാധിച്ചു എന്ന് വരും. അങ്ങനെ സാധിക്കാലോ. അപ്പൊ എനിക്ക് കാണാൻ സാധിക്കില്ലേ ഭഗവാന്? അതാണ് പറയണത്. അജാമിളൻ മുതലായവരൊക്കെ ഇതിന് ദൃഷ്ടാന്തല്ലേ. എത്ര പാപങ്ങളാ. പാപങ്ങൾ മാത്രമേ അജാമിളൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ജന്മാന്തരത്തിൽ ചെയ്ത ആ പാപ കർമ്മങ്ങളുടെ ഫലം മുഴുവനും അനുഭവിച്ചു കഴിഞ്ഞിട്ട് സുകൃത കർമ്മ ഫലാനുഭവ കാലം വരുമ്പോ ഭഗവാന്റെ കാരുണ്യം ലഭിക്കും. അങ്ങനെ സംസാര ദുഃഖം തീരെ നശിച്ച് മോക്ഷം പ്രാപിക്കാൻ സാധിക്കും. അതിന് വിരോധമില്ലല്ലോ. അപ്പൊ എനിക്കും അതിന് സാധിക്കുണ്ടാവും എന്ന് സമാധാനിക്കാണ് അക്രൂരൻ. മമാദ്യാമംഗളം നഷ്ടം ഫലവാൻശ്ചൈവമേ ഭവ യന്നമസ്യേ ഭഗവതോ യോഗിധ്യേയാംഘ്രിപങ്കജം. യോഗികൾക്ക് കൂടി സാക്ഷാത്തായിട്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവര് ഭഗവാന്റെ പാദകമലത്തെ അവരുടെ ഹൃദയകമലത്തിൽ എങ്ങനെ ഏകാഗ്രമായിട്ട് സങ്കല്പിച്ച് ധ്യാനിക്കണം. അവരുടെ അത്രയും ഏകാഗ്രമായിട്ട് ഭക്തിയോടുകൂടി ധ്യാനിക്കുമ്പോൾ അവരുടെ ഹൃദയകമലത്തിൽ ഭഗവാന്റെ ആ പാദകമലം അങ്ങനെ തെളിയണം. അങ്ങനെ അവര് അത് കണ്ട് ഇങ്ങനെ ആനന്ദിച്ചിരിക്കണം. അങ്ങനെ ഇരിക്കുന്ന ഭഗവാന്റെ ആ ദിവ്യ പാദകമലത്തെ മാംസദൃഷ്ടികൾ കൊണ്ട് കണ്ട് നമസ്കരിക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോ എന്റെ ഈ സംസാര ദുഃഖ കാരണമായ പാപകർമ്മം മുഴുവനും ഈ ക്ഷണത്തിൽ നശിച്ചു കഴിഞ്ഞു. അക്രൂര വിചാരിക്കാം. ഉത്തമ പുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ നൽകുന്ന ഭഗവാനെ കാണാൻ സംഗതി വരുന്നത് കൊണ്ട് എന്റെ ഈ ജന്മം സഫലമായി. ഞാനിപ്പോ ഭഗവാനെ കാണാൻ പോകുന്നു മാംസദൃഷ്ടികൾ കൊണ്ട്. എന്നെ പോലെ എത്ര ഭാഗ്യം ആർക്കാണുള്ളത് എന്ന് വിചാരിക്കാണ്. അതാണ് അതിന്റെ അർത്ഥം. ഈശ്വരനെ നമസ്കരിക്കാൻ പോകുമ്പോ തന്നെ പാപമൊക്കെ നശിക്കും. അതാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമസ്കരിച്ചതിന്റെ ശേഷമല്ല പാപം നശിച്ചത്, പാപനാശത്തിന് ശേഷമാണ് ഈശ്വരന് നമസ്കാരം എന്ന് ഇവിടെ പറഞ്ഞിരിക്കണം. ഈശ്വരൻ സൂര്യന് തുല്യം, പാപം ഇരുട്ടിനു തുല്യം. സൂര്യൻ ജനങ്ങളുടെ ദൃഷ്ടിക്ക് ഗോചരനാകുന്നതിന് മുൻപ് തന്നെ ഇരുട്ടിനെ മുഴുവൻ നശിപ്പിക്കണം. സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പ്, അതിനു മുമ്പ് തന്നെ ഇരുട്ട് എല്ലാം പോവും. അതിനുശേഷമാണ് ജനങ്ങൾക്ക് സൂര്യപ്രകാശം കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇരുട്ട് നിമിത്തമുള്ള ദുഃഖം സൂര്യനെ കണ്ടാൽ പിന്നെ ഉണ്ടാവില്ലല്ലോ.
ഇതുപോലെ ഭഗവാൻ ഒരാളുടെ നേരെ പ്രസാദിച്ച് അവന് തന്റെ സ്വരൂപം അനുഭവപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അവന്റെ പാപകർമ്മ ഫലങ്ങളെയൊക്കെ നമ്മൾ അവസാനിപ്പിക്കും. പാപകർമ്മ ഫലങ്ങളായ ദുഃഖങ്ങളെ ഇങ്ങനെ അടിക്കടി അനുഭവിക്കാൻ ഇടവരുത്തുന്നു എന്നർത്ഥം. കുറച്ചു കാലത്തേക്ക് ഇങ്ങനെ അടിക്കടി ദുഃഖം, ഉത്തരോത്തരം ദുഃഖം മാത്രം അവനുണ്ടാവുകയാണ്. പ്രാരബ്ധ കർമ്മ ഫലങ്ങള് നമുക്ക് അനുഭവിക്കാണ്ട് കഴിയില്ലല്ലോ, അത് ഒന്നിച്ചങ്ങോട്ട് അനുഭവിപ്പിക്കും. അതാണ് ഈ ദുഃഖം ഉണ്ടാവാൻ കാരണം. ഈശ്വരനെ കണ്ടതിന് ശേഷം ദുഃഖം ഉണ്ടാവാൻ പാടില്ല. ഈശ്വരനെ കണ്ടതിന് ശേഷം പിന്നെ ആനന്ദം അനുഭവം ഉണ്ടാവണം അല്ലെ. പിന്നെ അവസാനം മുക്തിയും ഈശ്വര സന്ദർശനത്തിന്റെ ഫലമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ ഇത്ര ഒരു ദുഃഖം കഴിഞ്ഞു, അത് കഴിഞ്ഞു, പിന്നെയും പിന്നെയും അങ്ങനെ അടിക്കടി ഇങ്ങനെ ദുഃഖം വരുമ്പോൾ വിചാരിക്കും എന്താ എനിക്കിങ്ങനെ, ഞാൻ ഭഗവാനെ ഭജിക്കണ ആളല്ലേ, എന്താണ് എനിക്കിങ്ങനെ ദുഃഖം തരണത്? ഭഗവാൻ ദുഃഖം ആർക്കും കൊടുക്കണില്ല. നമ്മള് ചെയ്ത എന്തൊക്കെ കർമ്മങ്ങളാ ചെയ്തിരിക്കണത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പാപകർമ്മങ്ങൾ നമ്മൾ പലതും അറിയാതെ അറിഞ്ഞും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ഫലം അനുഭവിക്കാതെ തരല്ല. അപ്പൊ ഈ ജന്മം ഇത്രയും ഭക്തിപൂർവ്വം ഭജിക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കും അത് ഭഗവാന്റെ കാരുണ്യം വരുമ്പോ അനുഗ്രഹിക്കണം ഇവനെ എന്ന് തോന്നണ സമയത്ത് ദുഃഖങ്ങൾ അങ്ങനെ ഒന്നിച്ച് ആ പ്രാരബ്ധ കർമ്മങ്ങളെയൊക്കെ ഇങ്ങനെ അനുഭവിപ്പിക്കുകയാണ്. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദുഃഖം വരുന്നുണ്ടെങ്കിൽ ദുഃഖങ്ങൾ എനിക്ക് തരൂ, അപ്പോഴല്ലേ ഭഗവാനെ എനിക്ക് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് കുന്തിദേവി പ്രാർത്ഥിച്ചത്. അതുപോലെ അതാണ് അതിന്റെ സത്യം. ഭഗവാൻ ആർക്കും ദുഃഖം കൊടുക്കണില്ല. നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മൾക്ക് ദുഃഖമായാലും സുഖമായാലും എല്ലാം വരുത്തണത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ എല്ലാവരും പറയും എന്നോട് ഭഗവാൻ ഇങ്ങനെ ചെയ്തൂലോ, ഭഗവാൻ അല്ല ആരെയും ചെയ്യണില്ല, കാരുണ്യം മാത്രമേ ഉള്ളൂ എല്ലാവരോടും ഭഗവാന്. അപ്പോ അക്രൂരം വിചാരിക്കണതാണ് ഈശ്വരനെ കണ്ടതിന് ശേഷം ഈശ്വര സന്ദർശനത്തിന്റെ ഫലം എന്താ? ആനന്ദാനുഭവം അല്ലെ. അപ്പൊ സാക്ഷാൽ മഹാവിഷ്ണുവായിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട് നമസ്കരിക്കാൻ പോകുന്ന തന്റെ പാപം മുഴുവനും ഈ ക്ഷണത്തിൽ നശിച്ചു. ഇനിതാ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായാൽ പിന്നെ രണ്ടാമത് എനിക്കൊരു ജന്മം ഉണ്ടാവില്ല. ഈ ജന്മം മോക്ഷമാകുന്ന മഹാഫലത്തെ തനിക്ക് നൽകുന്നതായിട്ട് ഭവിച്ചിരിക്കണം അക്രൂരൻ പറഞ്ഞതിന്റെ അർത്ഥം. കംസോപദാദ്യാകൃതമേത്യനുഗ്രഹം ദൃക്ഷേംഘ്രിപത്മം പ്രഹിതോ മുനാഹരേ കൃതാവതാരസ്യ ദുരത്യയം തമ പൂർവേതരൻ എന്നഘമണ്ഡലത്തിഷ. ഇപ്പോ സിദ്ധിക്കാൻ പോകുന്ന ഈ ശ്രീകൃഷ്ണ ദർശനത്തിന് കാരണം ഭഗവാൻ തന്നിൽ കാട്ടിയിരിക്കുന്ന ഈ കാരുണ്യം തന്നെയാണ്. ആ കാരുണ്യവാനായിട്ടുള്ള ഭഗവാന് എന്നിൽ പ്രീതി ജനിച്ചു. അതുകൊണ്ടല്ലേ ഭഗവത് ഭക്തി ലേശമില്ലാത്ത ആ കംസൻ, അത് കംസന് ഭക്തിയില്ല എന്ന് മാത്രമല്ല ഭഗവത് ഭക്തന്മാരെ ദ്രോഹിക്കുകയും കൂടി ചെയ്യും. അങ്ങനെയുള്ള ആ കംസൻ എനിക്കിപ്പോ അത്യന്തം അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഭഗവാന്റെ എന്തൊരാശ്ചര്യമാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ തന്നെയാണല്ലോ എന്നെ ഗോകുലത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഭഗവാനെ കാണാൻ സംഗതി വരുന്നത്. മധുരയിലോ അവന്റെ കൽപ്പന കേൾക്കാനോ ഒരുങ്ങിയിരിക്കുന്നവരെ എത്രയാ. ഇവരെല്ലാവരും ഉള്ളപ്പോ എന്നെ തന്നെ വിളിക്കാൻ സർവാന്തര്യാമിയായ ഭഗവാന്റെ പ്രേരണ തന്നെയാണ് കാരണം. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് കംസൻ അങ്ങനെ തോന്നിച്ചത് എന്ന് പറയാണ്. അങ്ങനെയുള്ള ആ പ്രസാദം ഭഗവാന് എന്നിലുണ്ടായത് കൊണ്ട് എന്റെ പാപം മുഴുവനും നശിച്ചിരിക്കണം ഉറപ്പാണ് എന്ന് പറയാ. അസാധാരണ ഭാഗ്യമുള്ളവർക്കല്ലാതെ ഭഗവത്പാദ ദർശനം സിദ്ധിക്കുമോ? ഒരിക്കലുമില്ല. പൂർവന്മാരായ ആ അംബരീഷ മുതലായവര് ആ ഭഗവാന്റെ പാദത്തെ ഹൃദയകമലത്തിൽ ധ്യാനിച്ച് ഉറപ്പിച്ചത് കൊണ്ടല്ലേ ഭഗവാന്റെ ആ പാദനഖങ്ങളിൽ നിന്ന് പുറപ്പെട്ട മഹാപ്രകാശം മറ്റൊന്നുകൊണ്ടും നശിപ്പിക്കാൻ കഴിയാത്ത അജ്ഞാനമാകുന്ന അന്ധകാരത്തെ സമൂലം നശിപ്പിച്ച് അവർക്ക് ആ മോക്ഷത്തെ പ്രദാനം ചെയ്തത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ അംബരീഷൻ മുതലായവർക്ക് എന്ന് പറയാണ് അക്രൂരൻ. അത്ര മഹത്തായ ഭഗവത്പാദ ദർശനം ഇപ്പോൾ എനിക്ക് സിദ്ധിക്കാൻ പോകുന്നത് ഭഗവാന് അവിടുത്തെ അസാധാരണ കൃപ എന്നിലുണ്ടായത് കൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത് അക്രൂരൻ. യദർച്ചിതം ബ്രഹ്മഭവാദിഭിഃ സുരൈഃ ശ്രിയാ ച ദേവ്യാ മുനിഭിः സാത്വതൈഃ
ഗോചാരണായ അനുചരൈശ്ചരൻ വനേ യത് ഗോപികാനാം കുചകുങ്കുമാങ്കിതം. താൻ കാണാൻ പോകുന്ന ആ ശ്രീകൃഷ്ണ ചരണകമലത്തിന്റെ ആ മഹിമ വിശദാക്കാൻ ആ ചരണകമലത്തെ പ്രത്യേകിച്ച് വിശേഷമായിട്ട് വർണ്ണിക്കുകയാണ് ആ ക്രൂരൻ. ലോകത്തിന്റെ സൃഷ്ടിക്കും സംഹാരത്തിനും അധികൃതന്മാരായിരിക്കുന്ന ബ്രഹ്മാവ്, മഹാദേവൻ മുതലായ ദേവന്മാര് യാതൊരു പാദത്തെ അർച്ചിക്കുന്നുവോ ആ പാദത്തിന്റെ ഐശ്വര്യാതിശയത്തെ ആർക്കാ വർണ്ണിക്കാൻ കഴിയും? ശ്രീഭഗവതി യാതൊരു ചരണകമലത്തെ സർവദാ പരിചരിക്കുന്നുവോ അതിന്റെ സൗഭാഗ്യമഹിമ എങ്ങനെയാ വിവരിച്ചറിയിക്കുക? ഭക്തന്മാരും ഭഗവത് ധ്യാനപരന്മാരായിരിക്കുന്ന മുനിമാരും യാതൊന്നിനെ സർവദാ പൂജിക്കുന്നുവോ അതിന്മീതെ പരമപുരുഷാർത്ഥമായ വസ്തു മറ്റെന്താണുള്ളത്? ഈ വിധം മഹിമയുള്ള യാതൊരു പാദസരോജം പശുക്കളെ പരിപാലിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട് കൂട്ടുകാരോടുകൂടി ചേർന്ന് കല്ലും മുള്ളും നിറഞ്ഞിരിക്കുന്ന കാടുകളിൽ കൂടി സഞ്ചരിക്കുന്നുവോ അതിനേക്കാൾ മീതെ കൃപാതിശയം മറ്റെന്താണുള്ളത്? ഗോപികളുടെ കുജങ്ങളിൽ ധരിച്ചിരിക്കുന്ന കുങ്കുമപ്പൊടികളുടെ ഉച്ഛിഷ്ടത്തെ യാതൊരു പാദപത്മം അലങ്കാരമായി ധരിച്ചിരിക്കുന്നുവോ ഭക്തന്മാർക്ക് അതിനേക്കാൾ മീതെ സുലഭമായ വസ്തു മറ്റെന്താണുള്ളത്? ഇങ്ങനെ ഐശ്വര്യം, സൗഭാഗ്യം, പുരുഷാർത്ഥപ്രധാന സാമർഥ്യം, അസാധാരണ കാരുണ്യം, ഭക്തിമാത്ര പ്രാപ്യത്വം മുതലായ ഗുണങ്ങളെ തികഞ്ഞിരിക്കുന്ന ആ ശ്രീകൃഷ്ണ പാദപത്മത്തെ ഇപ്പോൾ ഞാൻ ദർശിക്കാൻ പോകുന്നു. അത് ഓർക്കുമ്പോ തന്നെ അക്രൂരന് രോമാഞ്ചം ഉണ്ടാവുകയാണ്. ദ്രക്ഷ്യാമി നൂനം സുഖപോലനാസികം സ്മിതാവലോകാരുണകഞ്ചലോചനം മുഖം മുകുന്ദസ്യ ഗുഡാളകാവൃതം പ്രദക്ഷിണം മേ പ്രചരന്തി വൈ മൃഗ. ദാസനെ പോലെ ആ പാദ നമസ്കാരം സിദ്ധിക്കും എനിക്ക് എന്ന് നിശ്ചയിച്ച് അതിൽ പിന്നെതാ ഭഗവാന്റെ ആ മുഖദർശനം കൂടി സിദ്ധിച്ചാൽ ഞാൻ എത്ര ഭാഗ്യവാനായിരിക്കും. അതും എനിക്ക് സിദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് 2 ശ്ലോകം കൊണ്ട് വിശദാക്കാണ്. അതിമനോഹരങ്ങളായ കവിൾത്തടങ്ങളും ലക്ഷണം തികഞ്ഞ നാസികയും മന്ദസ്മിതത്തോടു ചേർന്ന കടക്കൻ നോട്ടവും ചെന്താമരപ്പൂ പോലെ മനോഹരങ്ങളായ കണ്ണുകളും ചുരുണ്ട തലമുടിയുമുള്ള ആ മുകുന്ദന്റെ മുഖാരവിന്ദത്തെയും കാണാൻ എനിക്ക് സാധിക്കും നിശ്ചയം. ക്രൂരൻ വിചാരിക്കുന്നു അങ്ങനെയുള്ള ആ സുന്ദര മുഖം എനിക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ മൃഗങ്ങള് എന്നെ ഇങ്ങനെ വലം വെച്ച് സഞ്ചരിക്കണമെന്ന്. ആ മാനുകളൊക്കെ ഇങ്ങനെ തേരിനെ ഇങ്ങനെ വലം വെക്കണം അത്ര. അത് ശുഭത്തെ സൂചിപ്പിക്കുന്ന ശകുനാണെന്ന് അത് പ്രസിദ്ധാണ്. അപ്പൊ മുകുന്ദന്റെ മുഖം, ആ ഭഗവാന്റെ മുഖം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും, തീർച്ചയാണ്, ശുഭശകുനാണ് എന്ന് വിചാരിച്ച് സന്തോഷിക്കുകയാണ് അക്രൂരൻ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.